ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ DFHI എന്ന് പറയും. ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. അത് മണി മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ആണല്ലോ മണി എന്ന് പറയുന്നത്. ഈ മണി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഫോം ചെയ്തത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് മണി മാർക്കറ്റ് ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, പ്രൈമറി ഡീലേഴ്സ്, ഇപ്പോൾ ട്രഷറി ബിൽസ്, ഇതൊക്കെ എന്താണ് മണി മാർക്കറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ആൻഡ് ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് സ്മൂത്ത് ഫംഗ്ഷനിങ്. അത് മാത്രമല്ല ഇതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ DFHI രൂപീകരിച്ചത്. ഇതിനെ പറ്റിയുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാം. ഇതിന്റെ ഓവർവ്യൂ നോക്കാം. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 എസ്റ്റാബ്ലിഷ് 1988. ഇതിന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ജോയിന്റ്ലി സെറ്റപ്പ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, പിന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്, ഇവരൊക്കെയാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ DFHI മെർജ്ഡ് വിത്ത് ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, CCIL എന്ന് പറയുന്നത്. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് 2004 ഇത് മെർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ദ മെയിൻ എയിം ഓഫ് DFHI വാസ് ടു ഡെവലപ്പ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഓക്കെ, ഇതിന്റെ ഇന്ത്യൻ മണി മാർക്കറ്റ്, നേരത്തെ പറഞ്ഞ മണി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഫോം ചെയ്താണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ആക്ടിങ് ആസ് ആൻ ഇന്റർമീഡിയറി ഫോർ ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അതായത് ഒരു ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട്, അതൊരു ഇടനിലക്കാരനായിട്ട് നിൽക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് എൻഷുറിംഗ് ആഡിക്വേറ്റ് ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് മണി മാർക്കറ്റിൽ പര്യാപ്തമായിട്ടുള്ള ലിക്വിഡിറ്റി, ആ ഒരു മണി സർക്കുലേഷൻ സ്മൂത്ത് ആക്കി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് സ്ഥാപിച്ചത്. അതൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫംഗ്ഷൻസ് നോക്കാം. അതിൽ ഒന്നാമത് ലിക്വിഡിറ്റി മാനേജ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യുക. DFHI ഹെൽപ്ഡ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഇൻ ദ മണി മാർക്കറ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബൈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ്. അതായത് ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ബൈ ആൻഡ് സെൽ ചെയ്യുന്നതിലൂടെയാണ് ഇത് ലിക്വിഡിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് എൻഷുർഡ് ദാറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് കുഡ് മീറ്റ് ദെയർ ലിക്വിഡിറ്റി നീഡ്സ്. അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്ക്സും ഈ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നതിലൂടെ അവരുടെ ലിക്വിഡിറ്റി നീഡ്സ് മീറ്റ് ചെയ്യുന്നെന്ന് ഒരു ഉറപ്പുവരുത്തി. വിത്തൗട്ട് ഡിസ്റപ്ഷൻസ്, തടസ്സങ്ങളൊന്നും കൂടാതെ ഈ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന് ഒരു ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളത്. അതായത് DFHI പ്രൊവൈഡഡ് ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഫോർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലൈക്ക് ട്രഷറി ബിൽസ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അപ്പൊ ഇതിനൊക്കെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. ദിസ് അലൗഡ്, ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ബിസിനസ്സസ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കൺവേർട്ട് ദെയർ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ഇൻ ടു ക്യാഷ്. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് പറഞ്ഞ സ്മൂത്ത് ഫംഗ്ഷനിങ് ഉറപ്പുവരുത്താൻ അവർക്ക് സഹായകരമായി. അടുത്ത് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ദ മണി മാർക്കറ്റ് ആണ്. അതായത് ആദ്യം ഇന്ത്യൻ മണി മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു, അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു. അതിനെ ഡെവലപ്മെന്റിൽ എത്തിക്കുന്നതിന് ഇത് സഹായിച്ചു. DFHI played a pivotal role in deepening and developing the Indian money market, which was relatively underdeveloped at the time of its establishment. Okay, അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് സെക്കൻഡറി മാർക്കറ്റ് ട്രേഡിംഗ്. സെക്കൻഡറി മാർക്കറ്റ്, അതായത് കമ്പനീസ് ഓൾറെഡി സെല്ല് ചെയ്ത ഷെയർസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും മേടിച്ച് പിന്നെ മറ്റ് വിൽപ്പന, അതായത് സെക്കൻഡറി സെല്ലിംഗ് നടക്കുന്ന ഷെയർ മാർക്കറ്റ് പോലെയുള്ള അങ്ങനെ ഒരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, DFHI ഇൻക്രീസ് ദ ലിക്വിഡിറ്റി. ഇങ്ങനെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്തു. ആൻഡ് ട്രേഡബിലിറ്റി ഓഫ് ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്. ഈ ഷോർട്ട് ടൈം ഈ ഷെയർ ബോണ്ട് പോലുള്ള ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സിന്റെ ആ ട്രേഡബിലിറ്റിയും ലിക്വിഡിറ്റിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് DFHI ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്ട്രുമെന്റ്സ് ഹാൻഡിൽഡ്, അതായത് ഒന്നാമത്തത് ട്രഷറി ബിൽസ് ആണ്, T-bills. അത് ഷോർട്ട് ടൈം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. വിത്ത് മെച്യൂരിറ്റീസ് ഓഫ് 91 ഡേയ്സിൽ മെച്യൂരിറ്റി ആവുന്ന, 182 ഡേയ്സിൽ, 364 ഡേയ്സിൽ മെച്യൂരിറ്റി ആവുന്ന ട്രഷറി ബിൽസ് ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്തത് കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആണ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഫോർ ഷോർട്ട് ടൈം ബോറോയിങ്. ഷോർട്ട് ടൈം ബോറോയിങ്ങിന് വേണ്ടിയിട്ട് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ട്സ് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, DFHI ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്തത് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, CDs എന്ന് പറയും. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആണ്. ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് കോൾ മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. കോൾ മണി ഇത് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. അത് വെരി ഷോർട്ട് ടൈം ആയിട്ടുള്ള, ഒരു ഓവർനെറ്റിൽ മാത്രമാണ് ഇതിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ വെരി ഷോർട്ട് ടൈം ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോൾ മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് DFHയുടെ ഇമ്പാക്ട് നോക്കാം. അതായത് ഒന്നാമത്തത് എഫിഷ്യന്റ് മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതായത് DFHI കോൺട്രിബ്യൂട്ടഡ് ടു ക്രിയേറ്റിംഗ് എ മോർ എഫിഷ്യന്റ് ആൻഡ് ലിക്വിഡ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. അതൊരു ഇമ്പാക്റ്റ് ആണ്, ഇത് കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് ആണ്. അടുത്തത് ഇംപ്രൂവ്ഡ് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ. മോണിറ്ററി പോളിസി അതായത് RBI നടപ്പിലാക്കുന്ന മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് സഹായിച്ചിട്ടുണ്ട്. അത് നല്ലൊരു നേട്ടമാണ്. അതായത് ബൈ എൻഷുറിംഗ് എ റോബസ്റ്റ് മണി മാർക്കറ്റ് DFHI സപ്പോർട്ടഡ് ദ RBI's എഫേർട്ട് to manage liquidity manage ചെയ്യുന്നതിനുള്ള RBIയുടെ എഫേർട്ട് ആൻഡ് ഇംപ്ലിമെന്റ് മോണിറ്ററി പോളിസി എഫക്റ്റീവായിട്ട് RBIക്ക് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുണ്ട്. അടുത്ത ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ഇറ്റ് എൻകറേജ്ഡ് ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ബൈ ബാങ്ക്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഇൻ ദ മണി മാർക്കറ്റ്. ഇതിന്റെയൊക്കെ ഞാൻ നേരത്തെ മേൽ പറഞ്ഞ ഈ മണി മാർക്കറ്റിന്റെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അടുത്തതിന്റെ മെർജർ ആണ്. മെർജർ വിത്ത് CCIL ഇൻ 2004. 2004 CCIL-ഉമായിട്ട് ഇത് മെർജ് ചെയ്തു. ഓക്കെ, DFHI മെർജ്ഡ് വിത്ത് ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് CCIL എന്നാണ് ഇതിനെ ചുരുക്കി വിളിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് 2004 ഇത് മെർജ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ടു സ്ട്രീം ലൈൻ മണി മാർക്കറ്റ് ഓപ്പറേഷൻസ്. എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മെർജ് ചെയ്തത് ആ മണി മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ. ഓക്കെ, CCIL നൗ ഹാൻഡിൽസ്, ഇപ്പൊ ഈ പറഞ്ഞ CCIL ഹാൻഡിൽ ചെയ്യുന്നതൊക്കെയാണ് നൗ ഹാൻഡിൽസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫോർ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ക്ലിയറിംഗ് സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആൻഡ് മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ CCIL ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ഇപ്പോൾ ഇത് മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.